ഹലോ. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രീ ടൈമല്ല, ബോറടിക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് കറങ്ങാൻ പോവാറുണ്ട്. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുക, ഒരു ചായ കുടിക്കുക, അങ്ങനെയൊക്കെ. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ഈ ഒരു പാടം, നെല്ലങ്കര പാടം. ഈ വൈകുന്നേര സമയത്ത് ഇവിടെയൊക്കെ വന്നിരിക്കുന്ന നല്ല രസമാണ് കേട്ടോ. നല്ല വൈബാണ്. നമുക്ക് മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രീനറി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് ഭയങ്കര സമാധാനമാണ്. കാരണം നമ്മൾ അത്രയും വർക്കിൻ്റെ സ്ട്രെസ് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധികം വന്നിരിക്കാറുള്ളത്. പിന്നെ അധികവും വെറുതെ കുറേ നേരം നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പം അധികം സമയം കിട്ടാറില്ല. കാരണം എനിക്ക് ഭയങ്കര വർക്കിന് ബിസിയാണ്, നല്ല ബിസിയാണ്. രാത്രി 1 മണി 2 മണി സമയത്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിക്കുന്നത് ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഭയങ്കരമായിട്ട് മൈൻഡ് നമുക്ക് ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അധികം ഇങ്ങനെ പുറത്തിറങ്ങാറ് കേട്ടോ. ഇന്ന് ഞങ്ങൾ നെല്ലങ്കര പാടത്തേക്കാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരുള്ള പാടം നല്ല അടിപൊളി പാടമാണ് കേട്ടോ. പാടം എന്താ പറയുക, അത് വഴിയോരത്ത് ഒരുപാട് പേരുണ്ടാവും. ഈവനിങ് വാക്ക് ഉണ്ടായിരിക്കും, പിള്ളേർ കളിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഒരു റിലാക്സേഷന് വേണ്ടി വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതേ ഞങ്ങൾ ഇന്നും വൈകുന്നേരത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലൈമറ്റ് കാണുന്നത് പണ്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരത്ത് 5 മണിയാകുമ്പോൾ ചേച്ചിമാരും എല്ലാവരും വന്നിരിക്കുന്ന സമയമാണ് കേട്ടോ. അതാണ് ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. എല്ലാവരും കൂടി ചിലപ്പോൾ തുണി എടുക്കാനായിരിക്കും വന്നിട്ടുണ്ടാവുക, വിറകെടുക്കാൻ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരാളെ കണ്ട് അത് സംസാരിക്കാൻ വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ഉണ്ടാവും. കാരണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണ്. പിന്നെ ഒരു കാര്യം ഞാൻ കണ്ടത്, എങ്ങനെ ഒരു നല്ല സ്ഥലം ഉണ്ടെങ്കിലോ അവിടെ ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മലിനമാക്കിയിട്ടുണ്ടായിരിക്കും. ഇന്നിപ്പോൾ ഇതാട്ടെ ഈ പടത്ത് കണ്ടല്ലെങ്കിൽ ഈ നെല്ല് നമ്മൾ കഴിക്കുന്നതാണ്, ഈ നെല്ല് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇട്ടിട്ടുള്ളത്. അതൊരു നല്ല പ്രവൃത്തിയായി തോന്നുന്നില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഇത് പിള്ളേർ ഒരുപാടല്ല, 2-3 പിള്ളേരൊക്കെ അവിടെ പട്ടം പറപ്പിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ പഴയ കാലത്തിലേക്ക്, നമ്മുടെ കുട്ടിക്കാലത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നൊരു കാര്യമാണല്ലേ പട്ടം പറപ്പിക്കൽ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഓർമ്മ വന്ന ഒരുപാട് നല്ല മെമ്മറീസ് വരുന്നുണ്ട്. അപ്പം അതുപോലെ ഈ ഒരു സമയം നല്ല റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സമയമാണ്. ആരെങ്കിലും ഈ തൃശ്ശൂർ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വൈബായിരിക്കും. ഒരു എന്താ പറയുക, നമ്മൾ കൊല്ലങ്ങോട് പാടന്നൊക്കെ പറയില്ലേ, അപ്പം അതുപോലെ തന്നെ ഒരു വൈബുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ആരും ഇതുപോലെ വേസ്റ്റ് ഒന്നിട്ട് മലിനാക്കാതിരിക്കാൻ നോക്കുക. അപ്പം ഞങ്ങളുടെ ഒരു ഈവനിങ് ഇതാണ്. ഞങ്ങൾ ഒരുപാട് നേരം